ഹായ് ഹലോ, ഇന്നൊരു ബ്രിഞ്ചോൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വഴുതനങ്ങ അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതിടാം. ഇനി അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. കൊച്ചുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചാണ് ചേർക്കുന്നത്. അതും ഇട്ട് കൊടുത്തു. ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വഴുതനങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്കും 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് അത് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം. ഒന്നുകൂടി അടച്ചു വെച്ചു. കുറച്ചുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വഴണ്ടിട്ടുണ്ട്. അതൊരു സൈഡിലേക്കൊന്ന് നീക്കി വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർക്കാം. ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ചേർക്കാം. കുരുമുളക് ഇട്ടു. ഇനി ആ പൊടിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ് ചേർത്തത്. ഞാൻ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. വഴുതനങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ആ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കണം. അതിനായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇനി ഈ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വഴുതനങ്ങ ചിലർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. കുരുമുളകും കൊച്ചുള്ളിയും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നു. വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ഇട്ടത്. ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ബ്രിഞ്ചോൾ മസാല റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.